أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون. തുറമുഖം പുരാവസ്തു വകുപ്പ് മന്ത്രി ഏറ്റവും ബഹുമാനിയായ അഹമ്മദ് ദേവർകോവിലും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MLA ബഹുമാനായ എന്നെ നിലയ്ക്കുന്നും അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആദരം ഏറ്റുവാങ്ങാനെത്തിയ ദക്കീറത്തുൽ ഉഖ്റ സംഘത്തിൻ്റെ മുതിർന്ന അംഗങ്ങളെ, സംഘത്തിൻ്റെ പ്രവർത്തകരെ, ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങുന്ന മാലിക് ദിനാർ യതീംഖാനയിലെ ആദ്യ ബാച്ചിലെ അന്നത്തെ വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, തളങ്കരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തളങ്കര മാലിക് ദിനാർ പള്ളി കേന്ദ്രീകരിച്ച് 1955 രൂപം കൊണ്ട ഒരു കൂട്ടായ്മ ദക്കീറത്തുൽ ഉഖ്റ സംഘം. സർ, ദക്കീറത്ത് എന്ന് പറഞ്ഞാൽ പരലോക നിക്ഷേപം എന്ന അർത്ഥമാണ്. അത് അറബി വാക്ക്, പരലോക നിക്ഷേപം. നമ്മൾ ചെയ്യുന്ന കുറെ നന്മകൾ പരലോകത്ത് നറു നിലാവായി, നറുമണമായി പരിലസിക്കാൻ വേണ്ടി നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിച്ച ഒരു കൂട്ടായ്മയുടെ കീഴിൽ ആരംഭിച്ച മാലിക് ദിനാർ യതീംഖാനയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും സന്തോഷകരമായ ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ സ്ഥാപനത്തിന്റെ 50ാം വാർഷികത്തിന് കഴിഞ്ഞ വർഷം 2021 ഡിസംബറിലാണ് തുടക്കം കുറിച്ചത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘം ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് തന്നെ മാലിക് ദിനാർ യതീംഖാനയുടെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ദക്കീറത്തുൽ ഉഖ്റ സംഘത്തിന്റെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുക എന്ന വലിയൊരു ദൗത്യം സംഘത്തിന് നിർവഹിക്കാനുണ്ട് എന്ന് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. നമ്മുടെ നാൾ വഴികൾ, നമ്മൾ കടന്നു വരുന്ന വഴികൾ നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുകയാണ്. ആദ്യം ഒരു സംഘം ഉണ്ടാവുന്നു, അതിന് കീഴിൽ യതീംഖാന വരുന്നു, മദ്രസ വരുന്നു, സ്കൂള് വരുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ യതീംഖാനയിലെയും നാട്ടിലെയും വിദ്യാർത്ഥികൾക്ക് തയ്യൽ തൊഴിൽ പരിശീലനം ഉണ്ടാവുന്നു, ഡിസ്പെൻസറികൾ ഉണ്ടാവുന്നു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന ഒരു സംഘമാണ് ദക്കീറത്തുൽ ഉഖ്റ സംഘം എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ സംഘത്തിന് കീഴിൽ ആരംഭിച്ചത് ഒരു വനിതാ കോളേജാണ്. 2011 വനിതാ കോളേജാണ് ആരംഭിച്ചത്. ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത് നാട്ടിന് വലിയ സുഗന്ധം പരത്തി വളർന്നു വന്ന ഒരു സംഘടന ദക്കീറത്തുൽ ഉഖ്റ സംഘം. അത് 1955 നവംബർ 25 സ്ഥാപിതമായത്. ഈ കാലം അത്രയും, ഈ 60 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒരുപാട് സന്തോഷം നമുക്ക് ഓർത്തെടുക്കാനുണ്ട്. നമ്മുടെ യതീംഖാനയിലെ ആദ്യ ബാച്ചിലുണ്ടായിരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് അവർ മുതിർന്ന് പല മേഖലയിലും എത്തി. ഇവിടുത്തെ മെമ്പർമാർ, അതുപോലെ തന്നെ സ്കൂൾ അധ്യാപകർ, യതീംഖാനയിലെ കുട്ടികൾ, എല്ലാവരും ഞാൻ അഭിസംബോധന ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇനിയും ഒരുപാട് പരിപാടികളുള്ളതുകൊണ്ട് പരിപാടി ദീർഘിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അധ്യക്ഷ പ്രസംഗം ഞാൻ ചുരുക്കുകയാണ്. ഒരു കാര്യം മാത്രം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഷാഫി സൂചിപ്പിച്ചു,
അനാഥ അഗതി മന്ദിരങ്ങൾക്ക് ഗവൺമെന്റ് നൽകുന്ന ഗ്രാന്റ് കഴിഞ്ഞ 2 വർഷമായി അത് ലഭിക്കുന്നില്ല. അപ്പോൾ അതിന് കാരണം പറയുന്നത് JJ ആക്ട് പ്രകാരം, ജുവനൈൽ ജസ്റ്റിസ് ആ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്ക് മാത്രമേ ഗ്രാന്റ് അനുവദിക്കുകയുള്ളൂ. അപ്പോൾ 2021 ഫെബ്രുവരി 2 സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ട്. അതിൽ ഒരു ഭേദഗതിയാണ്. നേരത്തെ 1964 കാലഘട്ടത്തിലുണ്ടായ അനാഥ അഗതി കുട്ടികൾക്കുള്ള ഗ്രാന്റ് അതിങ്ങനെ ചെയ്ത ആളുകൾക്ക് മാത്രമേ നൽകുകയുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ്, ആ കേസിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പങ്കുചേർന്നിട്ടുണ്ട്. സമസ്തയുടെ വക്കീൽ കപിൽ സിബിലാണ്. അപ്പോൾ അതിലൊരു വിധി, താൽക്കാലികമായൊരു വിധിയുണ്ട്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം, നിലവിലുള്ള തൽസ്ഥിതി തുടരണമെന്ന്. അപ്പൊ തൽസ്ഥിതി തുടരണമെന്ന് പറഞ്ഞാൽ അതിന് എതിരായി പോകും ഈ ജിയോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അതിലിടപെട്ടുകൊണ്ട് ആ ജിയോയിലുള്ള കാര്യങ്ങൾ, ഈ തൽസ്ഥിതി, സുപ്രീം കോടതിയുടെ തൽസ്ഥിതി തുടരണം എന്ന ആ തീരുമാനം, ഇതുപോലെയുള്ള കേസിന് പോയ യതീംഖാനകൾക്ക് അങ്ങനെ ഒരു ഭേദഗതി വരുത്തി. ഇതുപോലെയുള്ള കുറേ യതീംഖാനകളുണ്ട്. ഇപ്പം ആലമ്പാടിയുണ്ട്, കാസർഗോഡ് ജില്ലയിൽ തന്നെ 10-26 യതീംഖാനകൾ. ചില ആളുകൾക്ക് കിട്ടുന്നുണ്ട്, ചില ആളുകൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സജീവ ശ്രദ്ധ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദഹീറത്തിനെ കുറിച്ച് ദീർഘമായി ഷാഫി സംസാരിച്ചു. ഒരു കാര്യം ഞാൻ പറയുകയാണ്. ദഹീറത്തിന്റെ കീഴിലുള്ള ദഹീറത്ത് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ 25 വർഷമായി 100% കുട്ടികളെയും വിജയിപ്പിക്കുന്ന ഒരു ഹൈസ്കൂളാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ അൺഎയ്ഡഡ് മേഖലയിലെ 1ാം നമ്പർ സ്കൂളായി ദഹീറത്ത് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ വളർന്നിട്ടുണ്ട്. ആ കാര്യം കൂടി ഈ 50ാം വാർഷികം, യതീംഖാനയുടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള സദസ്സിനെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും അതുപോലെ തന്നെ ആദരിക്കലും അനുമോദന ചടങ്ങും നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ജേവർകോവിലിനെ ആദരവോടും ക്ഷണിക്കുന്നു. പ്രസിഡന്റ് TE അബ്ദുള്ള സാഹിബ്, ബഹുമാനായ കാസർഗോഡ് MLA, കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എന്നെ നെല്ലിക്കുന്ന്, നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ, സ്വാഗതം ആശംസിച്ച ദഖീറത്തുൽ ഉഖ്റ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ജനാബ് TA ഷാഫി, സ്റ്റേജിൽ ഉപവിഷ്ടരായ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. തങ്ങളുടെ യൗവനകാലത്ത് ഈ സംഘത്തിന് വേണ്ടി വലിയ സംഭാവനകൾ അർപ്പിച്ച് ജീവിത സായാഹ്നത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്ന പ്രതിഭകളാണ് അവർ. നൽകിയിട്ടുള്ള ആ നേരായ പാതയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയങ്കരനായ മുഹമ്മദ് മുബാറക് ഹാജി, NM കരമുല്ല ഹാജിയുമൊക്കെ വളരെ ചെറുപ്പം മുതലേ ഞാനുമായി ബന്ധമുള്ള, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലുമൊക്കെ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ള വ്യക്തിത്വങ്ങൾ കൂടിയാണ്. ഇതിലുള്ള ഓരോരുത്തരെയും ഞാൻ എണ്ണി വിശേഷിപ്പിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ട് ആ സാഹസത്തിന് മുതിരുന്നില്ല. ബഹുമാനായ സ്വാഗത പ്രാസംഗികൻ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സ്പർശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹ്രസ്വമാണെങ്കിലും അധ്യക്ഷനും കാര്യങ്ങളിലേക്ക് സൂചനകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. തളങ്കര മാലിക് ദിനാർ മസ്ജിദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ദഖീറത്തുൽ ഇഖ്റ സംഘത്തിന്റെ കീഴിൽ നടന്നു വരുന്ന മാലിക് ദിനാർ യതീംഖാനയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന അനുമോദന ചടങ്ങിലാണ് നാം ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ളത്. 2 വർഷക്കാലത്ത് കോവിഡിന്റെ പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് വീണ്ടും നാം പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഇതുപോലൊരു സമ്മേളനം ഇവിടെ നടക്കുന്നത്. നിരാലംബരായി തെരുവിൽ ഉപേക്ഷിക്കപ്പെടുകയും ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരികയും ചെയ്യുന്ന സഹജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി 1955 മുതൽ ഈ പ്രദേശത്തെ യുവാക്കളുടെയും പൗര പ്രധാനികളുടെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന സന്നദ്ധ സംഘമാണ് ദഖീറത്തുൽ ഇഖ്റ സംഘം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി പ്രത്യേക ഹോസ്റ്റൽ സംവിധാനത്തോടു കൂടിയുള്ള യതീംഖാന,
1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന KG തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ, വനിതാ കോളേജ് തുടങ്ങി ഇച്ഛാശക്തിയുടെ വലിയ അടയാളപ്പെടുത്തലാണ് ഈ കൂട്ടായ്മ. ആരോരുമില്ലാത്തവർക്ക് സംരക്ഷണം നൽകുക എന്നത് തീർത്തും മഹത്തരമായ ഒരു ദൗത്യമാണ്. പരിപാലിക്കാൻ ആരുമില്ലാതെ അപകടങ്ങളിലും മറ്റും മരണമടയുന്നവരുടെ ജനാസന സംസ്കരണം ഉൾപ്പെടെ നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും പ്രസക്തമുള്ളതാണ്. സഹജീവി സ്നേഹത്തിന്റെയും മാനവികതയുടെയും മഹിതമായൊരു സന്ദേശമാണ് ഇവിടെ ഉദ്ഘോഷിക്കപ്പെടുന്നത്. മനുഷ്യൻ സ്വന്തത്തിലേക്ക് ഒതുങ്ങിക്കൂടാനും ഒരു കുടുംബത്തിനകത്ത് പോലും മാതാപിതാക്കളും ചിലപ്പോഴെങ്കിലും മക്കളും തമ്മിലും ജ്യേഷ്ഠാനുജന്മാർ തമ്മിലും ചിലയിടങ്ങളെങ്കിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും അകൽച്ചയും പരസ്പരം പോരടിക്കാനും ഏറ്റുമുട്ടാനും സമയം ചെലവഴിക്കുന്ന പുതിയ കാലത്ത് ഈ സംഘടന ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം വളരെ പരമപ്രധാനമാണ്. നാട്ടിലെ യുവത പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള ഓട്ടത്തിലാണ്. എങ്ങനെയും പണം സമ്പാദിക്കണം, ജീവിതം ആസ്വദിച്ചും ആർമാദിച്ചും തീർക്കണം, ഒരുപക്ഷെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന ചിന്തയിലാണ് പുതുതലമുറയിലെ മഹാഭൂരിപക്ഷവും. വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്രത്തിൽ പോലും കാസർഗോഡ് ജില്ലയിൽ നിന്ന് MDMA-യുമായി പിടിക്കപ്പെട്ട വാർത്തകൾക്ക് മുമ്പിൽ മുസ്ലിം പേരുകളാണ് എന്നതാണ് ദുഃഖകരമായ സംഭവം. MDMA അടക്കമുള്ള മാരകമായ മയക്കുമരുന്നുകളുടെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഹോൾസെയിൽ ലീഡർമാരായി നമ്മുടെ പല ചെറുപ്പക്കാരും മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശമുണ്ട്, ഒരു കാലം വരാനുണ്ട്, കൊല്ലപ്പെട്ടവൻ എന്തിന് കൊല്ലപ്പെട്ടുവെന്നോ കൊന്നവൻ താൻ എന്തിന് മറ്റൊരുത്തനെ കൊന്നുവെന്നോ അറിയാത്ത കാലമെന്നാണ് ഖുർആൻ ആ കാലത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യമല്ലേ അനുദിനം നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രഭാതത്തിലും നിസ്സാര കാര്യത്തിന്റെ പേരിൽ പരസ്പരം തർക്കമുണ്ടാവുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത ഒരു യുവാവിന്റെ വാർത്ത കൊച്ചിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. ഇത്തരം കാലുഷ്യങ്ങൾ നിറഞ്ഞ കാലത്താണ് നന്മയുടെ വഴിയിൽ സംഘം ചേർന്ന ദക്കീറത്തുൽ ഇഖ്റ പോലുള്ള കൂട്ടായ്മകൾക്ക് പ്രസക്തിയേറി വരുന്നത്. നാടിന്റെ നന്മക്കായി ഒറ്റക്കെട്ടായി കർമ്മരംഗത്തിറങ്ങിയാൽ ചരിത്രം രചിക്കാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജാതി മത വർണ്ണവർഗ കക്ഷി വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇവിടെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത്. വിശിഷ്യ മലയാളികൾ ഇത്തരം നന്മയുടെ വഴികളിൽ മഹത്തായ പാരമ്പര്യം ഉള്ളവരാണ്. ഈ അടുത്ത കാലത്തായി കേരളം നേരിടേണ്ടി വന്ന 2 പ്രളയങ്ങളിലും ലോകം മുഴുവൻ നിശ്ചലമായ കോവിഡ് മഹാമാരിയുടെ കാലത്തും സഹോദര്യത്തിന്റെയും മാനവിക സ്നേഹത്തിന്റെയും കേരളീയ മാതൃക ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. ഈ പ്രതിസന്ധികളെല്ലാം നാം നേരിടേണ്ടി വന്നപ്പോ കേവലം മലയാളികളെ മാത്രമല്ല, നമ്മുടെ നാട്ടിലേക്ക് തൊഴിൽ തേടി വന്നവർ ഉൾപ്പെടെയുള്ള അതിഥികളെയും നമുക്ക് സംരക്ഷിക്കാനായിട്ടുണ്ട്. പ്രളയം വന്ന് നിഖില മേഖലകളും വെള്ളത്തിനടിയിലായപ്പോൾ സംരക്ഷണ കവചമൊരുക്കി ബോട്ടിൽ ചവിട്ടിക്കാരാൻ സ്വന്തം മുതുക് കാണിച്ചു കൊടുത്ത മനുഷ്യസ്നേഹികളുടെ മാതൃകകൾ നമുക്ക് മുമ്പിലുണ്ട്. സഹജീവികൾക്ക് വേണ്ടി അത്തരത്തിൽ മുതുക് കാണിക്കാൻ സന്നദ്ധരായി കടന്നു വരുന്ന അനേകം ആളുകൾ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാകും. അത്തരമൊരു മഹനീയ മാതൃകയാണ് ഇവിടെയും യാഥാർത്ഥ്യമാകുന്നത്. സഹജീവികൾക്ക് സാന്ത്വനമേകാൻ നിങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മഹത്തരമാണ്. ഒരുപാട് കുടുംബങ്ങൾക്ക് തണലും സാന്ത്വനവുമാകാൻ നിങ്ങൾക്കാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് അവിസ്മരണീയ സേവനങ്ങളാണ് സമൂഹത്തിനും സഹജീവികൾക്കുമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1971 യതീംഖാനയിൽ ആദ്യപേറ്റ കുട്ടികളെ ഇവിടെ ആദരിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ യതീംഖാനയിൽ ജീവിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ്. സ്വാഭാവികമായും അതിന്റെ സുഖവും ദുഃഖവും ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരാദരിക്കാൻ എടുത്ത തീരുമാനം ഏറ്റവും കാലികമായി എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘമായി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇച്ഛാശക്തിയോടെ ഈ സാമൂഹിക ദൗത്യം ഏറ്റെടുത്ത സംഘാടകരെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ കൂടി അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. മഹാനായ APJ അബ്ദുൽ കലാമിന്റെ വിഖ്യാതമായ ഒരു സന്ദേശമുണ്ട്. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് യു ബേൺ ലൈക്ക് എ സൺ. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി നിങ്ങൾ സൂര്യനെ പോലെ കത്തിജ്വലിക്കണം എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. ഏതൊരു മിഷനും കൺകുളിർമയാകും വിധം പ്രശോഭിക്കണമെങ്കിൽ പിന്നിൽ കഠിനാധ്വാനം അനിവാര്യമാണ്. നിങ്ങൾ തുടങ്ങി വെച്ച ഈ തിരുനാളം കെടാവിളക്കായി കത്തിച്ചൊലിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അതോടൊപ്പം ഈ ധന്യവേദിയിൽ ആദരവ് ഏറ്റുവാകുന്ന പ്രതിഭാധനരായ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ ഭാവുകങ്ങൾ കൂടി നേരാൻ ഈ അവസരം ഉപയോഗപ്പെടുന്നതോടൊപ്പം തന്നെ സ്വാഗത പ്രഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും ഒക്കെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള
ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ഈ വിഷയങ്ങൾ പ്രിയങ്കരനായ എന്നെ നെല്ലിക്കുന്ന് എം.എൽ.എ നേരത്തെ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ഞങ്ങളൊക്കെയും ചർച്ച ചെയ്യുകയും ചെയ്ത വിഷയം തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ചില പോളിസിയുടെ ഭാഗമായി വന്ന മാറ്റമാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. അതിനെ മറികടക്കാൻ എന്ത് മാർഗം എന്നതിനെ കുറിച്ച് സഭക്കകത്ത് ചർച്ച നടന്നിരുന്നു. കേരള ഗവൺമെന്റ് അതിൽ പ്രത്യേകമായി ഇടപെടാം എന്ന് അന്ന് വാക്കാൽ പറഞ്ഞിട്ടുമുണ്ട്. സ്വാഭാവികമായും ഈ വിഷയം വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ജില്ലയുടെ സർവ്വതോന്മുഖമായ വികസനത്തിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ജില്ലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പല കാരണങ്ങളാൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് വേണ്ടതുപോലെ പരിഗണിക്കാൻ കഴിയാതെ പോയ ഒരു ജില്ലയാണ് കാസർഗോഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിർത്തി കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല എന്ന നിലക്ക് തന്നെ ഈ ജില്ലയുടെ വികസന കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ജാതി മത വർഗ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്കൊരു കൂട്ടായ ശ്രമം നടത്താമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും ആദര സമർപ്പണവും സർവശക്തനായ നാഥന്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വിവാഹ സഹായമായിട്ട് കുറച്ച് സ്വർണം ആഭരണം നൽകുന്നുണ്ട്. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി കുട്ടിയുടെ രക്ഷിതാക്കളെ ക്ഷണിക്കുന്നു. അത് നൽകുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ എം.എൽ.എ സംസാരിച്ച ശേഷം അത് നൽകുന്നതായിരിക്കും. കേരളത്തിൻ്റെ തുറമുഖവും പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ അവർകളെ ഇഷ്ടമായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ മന്ത്രി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. മന്ത്രിയോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ബഹുമാന്യനായ അധ്യക്ഷനും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ ഷാഫിയും പറഞ്ഞു. ഞാൻ വലിയൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. തളങ്കര ആകെ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ മാറ്റത്തിന് പിന്നിൽ ദഖീറത്തുൽ ഉഖ്റ സംഘത്തിൻ്റെ വലിയ സംഭാവനകൾ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദഖീറത്തുൽ ഉഖ്റ സംഘവും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാലിക് ദീനാർ യതീംഖാനയും ഇന്ന് നമ്മൾ ആദരിക്കുന്ന, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെയില്ലാത്ത ഒരുപാട് ഋഷിതുല്യരായ മഹാന്മാരുടെ വിയർപ്പ് തുള്ളികളുടെ ആകെ തുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ സംഭാവനകളാണ് ഈ തളങ്കരയുടെ വികസനത്തിൻ്റെ പിന്നിൽ. ഒരുപാട് നേതാക്കന്മാരെ അനുസ്മരിക്കേണ്ടതുണ്ട്. പ്രിയങ്കരനായ കെ.എസ്. അബ്ദുല്ല സാഹിബ്, ടി എ ഇബ്രാഹിം സാഹിബ്, ടി ഉബൈദ് സാഹിബ്, കെ മുഹമ്മദ് സാഹിബ്, അങ്ങനെ ഒരുപാട് ആളുകൾ അമിത്ഷാ ഈ വേദിയിലുണ്ട്. അപ്പോൾ അവരൊക്കെ കെ.എസ്. അബ്ദുല്ല സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ സ്കൂൾ കഞ്ഞി എന്ന പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം മുസ്ലിം ഹൈസ്കൂളിൽ ഞങ്ങൾക്കെല്ലാം ഉച്ചക്കഞ്ഞി വിളമ്പിയ മഹാനായിരുന്നു എന്ന് ഞാനിവിടെ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉച്ചക്കഞ്ഞി കുടിച്ചാണ് ഞാനൊക്കെ മുസ്ലിം ഹൈസ്കൂളിൽ പഠിച്ചത്. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ തളങ്കരയിൽ കാണുന്ന പുരോഗതി. അതിൻ്റെ പിന്നിൽ ദഖീറത്തുൽ ഉഖ്റ സംഘത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദഖീറത്തുൽ ഉഖ്റ സംഘത്തിൻ്റെയും അതുപോലെ തന്നെ മാലിക് ദീനാർ യതീംഖാനയുടെയും വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ ആദരിക്കാൻ തീരുമാനിച്ച ഈ കമ്മിറ്റിയുടെ തീരുമാനം തീർച്ചയായും നമുക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു.
ജനാബ് KH സലീം പറക്ക. ജനാബ് കർണാടക ശൈലിയില്ല ഈ തിരുവോടുക്കണം. മുമ്പിലോ ജനാബ്